സാർ, അതോടൊപ്പം ശതാബ്ദി നമ്മുടെ പ്രസിഡന്റ്, പള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടകൻ ശ്രീ പന്ത് ശ്രീകുമാർ സാർ, ബ്ലോക്ക് മെമ്പർ ശ്രീ സതീഷ് കുമാർ സാർ, ശ്രീമതി ബിന്ദു എസ് വാർഡ് മെമ്പർ, ശ്രീമതി കലാജി വാർഡ് മെമ്പർ, ശ്രീ ശ്രീജിത്ത് PTA പ്രസിഡന്റ്, ശ്രീമതി പ്രിയ രാജി മദർ PTA, BCC കോർഡിനേറ്റർ നമ്മുടെ ദേവാലയത്തിലെ BCC കോർഡിനേറ്റർ ശ്രീ വിജുകുമാർ TS, മുൻ റിട്ടയർഡ് ഹെഡ്മിസ്റ്റർ ശ്രീമതി ശ്രീ ശാരദ ടീച്ചർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മുടെ കള്ളിക്കാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരട്ടി മധുരം കഴിച്ച അനുഭവമാണ്. പുതിയൊരു സ്കൂൾ കെട്ടിടം നമുക്കായിട്ട് ഇന്നേ ദിവസം അഭിനന്ദി പിതാവ് വിൻസെന്റ് സാമുവൽ ബിഷപ്പ് ആശീർവദിച്ച് നൽകി. അതോടൊപ്പം തന്നെ പുതിയൊരു ടോയ്ലറ്റ് സമുച്ചയം നമുക്കായിട്ട് ഇന്നേ ദിവസം ഉദ്ഘാടനം നമുക്ക് ലഭിച്ചു. തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷമാണ് എൻ്റെ മനസ്സിലും എനിക്കും അനുഭവപ്പെടുന്നത്. എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന ബഷീറിന്റെ നോവലിനകത്ത് ഒന്നും ചേർന്നാൽ എത്രയെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഉത്തരം ഇപ്രകാരമാണ്: ഇമ്മണി വലിയ ഒന്ന്. എല്ലാവരും ഒരുമിച്ച് നിന്ന സമയത്ത് തീർച്ചയായിട്ടും അധ്യാപകരും ടീച്ചേഴ്സും മാതാപിതാക്കളും നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികളും സഭാ അധികാരികളൊക്കെ ഒരുമിച്ച് നിന്ന സമയത്ത് ഇന്നേ ദിവസം നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ഒത്തിരിയേറെ വകം ലഭിച്ചു. അതോടൊപ്പം ആനന്ദിന്റെ നോവലാകുന്ന മരണ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന നോവലിനകത്ത് ഒരു കാര്യം ചോദിക്കുന്നത് ഇപ്രകാരം: എപ്പോഴാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെന്ന്. അതിനകത്ത് ആ നോവല് വായിച്ചു പോകുന്ന സമയത്ത് മനസ്സിലാകുന്ന കാര്യം, ഓരോ നിമിഷവും ഓരോ വ്യക്തികളും മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ബാല്യവും യൗവനവും കൗമാരവും വാർദ്ധക്യവും ഒക്കെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലൂടെ അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പഴയ അവസ്ഥയിലേക്ക് ഒരിക്കലും പോകാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മുടേതായിട്ടുള്ള കൈവെപ്പ് ഈ നിമിഷം നമുക്ക് തന്നെ കൈവെപ്പ് സൂക്ഷിക്കുവാനായിട്ട്, ഒപ്പിടുവാനായിട്ട് നമുക്കൊക്കെ യഥാർത്ഥത്തിൽ സാധിച്ചിട്ടുണ്ട്. അതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതോടൊപ്പം നമ്മുടെ സ്കൂളിന് 100ാമത് വാർഷികത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് മുൻപേ കടന്നുപോയ ഒത്തിരിയേറെ വ്യക്തികള് ഈ ഒരു സ്ഥാപനം ഇവിടെ വരണമെന്നും പ്രിയപ്പെട്ട മക്കളൊക്കെ ഇവിടെ പഠിച്ച് നല്ല നിലകളിൽ എത്തിപ്പെടണമെന്നും പ്രത്യേകിച്ച് ശാരദ ടീച്ചറിനെയൊക്കെ അഭിസംബോധന ചെയ്ത സമയത്ത് പറഞ്ഞതുപോലെ ടീച്ചർ പഠിപ്പിച്ച ഒത്തിരിയേറെ കുട്ടികൾ പോലീസും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ടീച്ചേഴ്സൊക്കെ ആയിരിക്കുന്നു എന്നുള്ളതിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുന്നു. കാരണം നമുക്ക് മുൻപേ കടന്നുപോയ വ്യക്തികളൊക്കെ പാകിയ ആ ഒരു നിലത്ത് നിന്നുകൊണ്ട് നമുക്കൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. ചവിട്ടി നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു വരാനായിട്ട് സാധിക്കുന്നു. ആമുഖത്തിലൂടെ അച്ഛന്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ അച്ഛൻ പറഞ്ഞതും ഇപ്രകാരമാണ്: ഇവിടെ പുതിയൊരു സമുച്ചയം നമുക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു കെട്ടിടം നമുക്ക് ലഭിച്ചു. കാരണം പണ്ട് കുട്ടികളുടെ കുറവുണ്ടായിരുന്നു, നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് കുട്ടികളുടെ അതിപ്രസരം, നല്ല ഒഴുക്ക് നമ്മുടെ സ്കൂളിലുണ്ട്. അതിന് വലിയ കാരണബോധനായിട്ട്